പണ്ഡിതന്മാർക്ക് ഷെയ്ഖ് നിർബന്ധം. എന്നാൽ ഷെയ്ഖ് കിട്ടിയ അവരെ പ്രസംഗത്തിൽ നൂറാനിയത്ത് ഉണ്ടാവും, അവരെ ഇമാമിയത്തിൽ നൂറാനിയത്ത്, ദുആക്ക് ഉത്തരം ഉണ്ടാവും. ഒരു മഹല്ല് ഏറ്റെടുത്താൽ ആ മഹല്ലിൽ 100 പരത്താൻ അവരെ കൊണ്ട് കഴിയും. അല്ലെങ്കിൽ ശമ്പളം എത്ര കിമ്പളെത്ര നോക്കാനേ പറ്റൂ. അല്ലെങ്കിൽ ശമ്പളത്തിന് കച്ചറുണ്ടാക്കി പള്ളികൾ ഇറങ്ങി പോകേണ്ട ഗതികേട് വരും. നേരെ മറിച്ച് ഒരു മഹല്ല് ഏറ്റെടുത്തിട്ട് അള്ളാഹിന്റെ മുമ്പ് കൈ നീട്ടി പടച്ചവനെ ഈ മഹല്ലിനെ രക്ഷപ്പെടുത്താൻ ദ്വാരക്കാനുള്ള കരുത്ത് ആ പണ്ഡിതന് വരും. പണ്ഡിതന്മാര് നന്നായാൽ നാട് രക്ഷപ്പെട്ട്. അങ്ങനെയല്ല ഒരു കാലം വരും. ആണ് ലായ ബക്കാഫിൽ ഇസ്ലാം ഇല്ല സ്മുഹു, അലായ ബക്കാഫിൽ ഖുർആൻ ഇല്ലാ റസ്മു, ഖുർആനിൽ ലിപി മാത്രം ബാക്കിയാവും. എന്നിട്ട് പറയാ ഉലമാഉ ശർറുമിൻ തഅതിമിൻ അദീമിസ്സമാ. അന്ന് ആകാശത്തെ ചോട്ടിൽ ഏറ്റവും മോശം നായയാണെന്നോ പന്നിയാണെന്നോ വ്യഭിചാരിയാണെന്നോ എന്നല്ല പറഞ്ഞത്, പണ്ഡിതന്മാരെക്കാരും. കാരണം എന്താ? അവർക്ക് ഉള്ളു പൊള്ളയായ പണ്ഡിതന്മാരാണ്. അവര് ഉമ്മത്തിനെ നശിപ്പിക്കും. ഉമ്മത്ത് നശിക്കൽ എങ്ങനെ? റസൂലുള്ളാഹിയുമായി ബന്ധമില്ലാണ്ടാകും ഈ ഉമ്മത്ത്. അതെങ്ങനെ ബന്ധമില്ലാണ്ടാവുക? ആത്മീയമായിട്ട് അവർക്ക് വൈകൾ ഉണ്ടാവില്ല, അവർക്ക് ശേഖ ഉണ്ടാവില്ല, അവർക്ക് കൽബോണ്ട് ദിക്റുണ്ടാവില്ല. ഉള്ളു പൊള്ളയേക്കാരം, മുനാഫിക്കീങ്ങളേക്കാരം. ഒരു ദർക്കുൽ അസ്ഫലി മിനന്നാർ, നരകത്തിലേറ്റ ചോട്ടക്കാൻ അവര് പോണത്. ഇപ്പൊ നരകത്തെ സ്വഭാവം പെടുന്നവര് കാണിക്കും. അതിന്റെ കാരണക്കാര് പണ്ഡിതന്മാരാണ്. ഒരു പറഞ്ഞു കൊടുക്കില്ല ഷേഖ് വേണമെന്ന്, ഷേഖ് വേണ്ടാന്നാ പഠിപ്പിക്കണത്. എന്തേ കാരണം? അങ്ങനെ ഒരാൾക്ക് ഷേഖിനെ കിട്ടിയാൽ അവരെന്ത് ചെയ്യും? ആത്മാർത്ഥമായി ഇതൊക്കെ ചെയ്യാൻ സ്വയം പഠിക്കും. ഇത് പള്ളിക്കൽ ഉസ്താദല്ലേ ദ്വാരക്കേണ്ടത്, ഞാനാ ദ്വാരക്കേണ്ടത് ബോധം വരും. എന്റെ ഉപ്പാക്കും വേണ്ടി ദ്വാരക്കേണ്ടത് ഞാനാണ്. ഹബീബുല്ലാഹിന്റെ മൗലൂദ് ചെല്ലുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനാണ്. ഇങ്ങനെ വരുമ്പോ ഉസ്താദന്മാർക്ക് ബേജാറ്. അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണക്കാരും മുമറാക്കളാണ്. അവരെന്ത് ചെയ്തു? അവരെ പൈസമ്മക്ക് വിട്ടു. അവർക്ക് ജീവിക്കാൻ മാർഗമായിട്ട് തോന്നി, ജീവിക്കാൻ മാർഗമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അവർക്കും തോന്നി. സത്യം പറഞ്ഞാൽ പിടിച്ചിക്കാൻ കഴിയില്ല. അത് മറിഞ്ഞു പോയി. തിരിച്ചു വരണം. പണ്ഡിതന്മാർക്ക് മുഴുവൻ ശേഖ് വേണം. ചറ വലിയ പണ്ഡിതനായിട്ടും കാര്യമില്ല. ചിലപ്പോ നിങ്ങൾ കൈ പിടിക്കേണ്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കാരം. സംഭവിച്ചിട്ടില്ല അങ്ങനെ? ഉന്നതനായ പണ്ഡിതൻ ചൂട്ടുകാട്ടി മമ്മൂനെ കൈ പിടിച്ച കഥ കേട്ടിട്ടില്ലേ? എത്രയോ സംഭവിക്കും അങ്ങനെ. എന്നാൽ ആരെടുത്താണ് അവിടെ പിടിക്കേണ്ടി വരും. ആ പണ്ഡിതന്മാർക്ക് ശേഖ് വേണ്ട എന്നൊരവസ്ഥ ഒരാൾ പറയാനേ ശ്രദ്ധിക്കുക. ആ പണ്ഡിതൻ പറയണത് ഞാൻ ശൈത്താനാണ് എന്നാണ്. അങ്ങനെ ശേഖില്ലാത്തവന്റെ ശേഖ് ശൈത്താനാണ്, ഞാൻ അള്ളാഹ്ക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ നീങ്ങുന്നവനാണ് എന്നാണ് ആ ഉസ്താദ് വിളിച്ചു പറയുന്നത്. ആസിനില്ലാഹി വ റസൂലിഹി, ശേഖ് ഇല്ലാത്തവൻ അള്ളാഹ്ക്ക് റസൂലിന് എതിരുള്ളവനാണ്, അവൻ മുനാഫിക്കാണ്, ഫാസിക്കാണ്. ഇതൊക്കെ ഷാഫിമാൻ പറഞ്ഞല്ലേ, മാലിക്കിമാൻ പറഞ്ഞ ഫാസിക്കാണ് ശേഖ് ഇല്ലാത്തവൻ. അപ്പൊ ഞാൻ ഫാസിക്കാന്ന് വിളിച്ചു പറയണ ഉസ്താദ്മാർ ചെയ്യണത്. അങ്ങനത്തെ ആൾക്കാരല്ല നമ്മളെ പള്ളിയിൽ വേണ്ടത്. അങ്ങനത്തെ ആൾക്കാരല്ല നമ്മളെ ഗാലിയാവേണ്ടത്. അങ്ങനത്തെ ആൾക്കാരല്ല നമ്മളെ നേതാക്കന്മാരാവേണ്ടത്. മുഹ്സിനീങ്ങളായ മുഅ്മിനീങ്ങളായ കാമിലായ മുസ്ലിങ്ങളാണ് ആവേണ്ടത്.